എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സണിൻ്റെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ആളാണ്. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലിരിക്കുന്ന ആളാവാം, നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളാവാം, ഇത് വൺ സൈഡഡ് ലവ് അഫെയർ ആവും. എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ ഏത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നോ കോൺടാക്റ്റ്, ഒഴിഞ്ഞു പോയത്, ഉപേക്ഷിച്ചവർ, എന്തുമായിക്കോട്ടെ, ഡിവോഴ്സ് ആയവർ, എന്തായാലും ആ പേഴ്സണിൻ്റെ മനസ്സിൽ ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ പോലെ നമ്മൾ ഓറക്കൽ മെസ്സേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റീഡിങ്ങിലേക്ക് പോകും. അപ്പോൾ ഞാൻ നോക്കുക അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, പിന്നെ നിങ്ങളോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജപമാലകളാണ് ഇപ്പോഴും എടുക്കുന്നത്. പുതിയ ജപമാലകൾ ആഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാനത് കണ്ടെത്തി കഴിഞ്ഞാൽ വേറെ ജപമാലകൾ ആഡ് ചെയ്യും. അപ്പോൾ ഇത് ജപമാല നമ്പർ 1 ആണ്, ഇത് ജപമാല നമ്പർ 2 ആണ്, ഇത് ജപമാല നമ്പർ 3 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജപമാല നമ്പർ 1 തൊട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇത് എൻ്റെ റീഡിങ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണം എന്നല്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഏത് തരം റീഡിങ്ങും എടുക്കും കേട്ടോ. പിന്നെ ഇതുവരെ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആളുകൾ റീഡിങ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊന്നും ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിന്ന് എല്ലാവരോടും എന്നോട് എൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ റീഡിങ് എടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു നിമിത്തമാവുകയാണ്. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്നിലൂടെ ദൈവം കാർഡ് വഴി നിങ്ങൾ എന്നിലൂടെ അറിയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കതൊരു എൻ്റെ ഒരു പ്രൊഫഷനാണിത്. അതുപോലെ നിങ്ങളെ സഹായിക്കാനും പറ്റുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് എന്തോ ചെയ്യുന്ന പോലെയാവും. അതുകൊണ്ടാണ് എല്ലാവരോടും നന്ദി പറയുന്നത്. നമ്മളെല്ലാവരും ഒരേ വഞ്ചിയിൽ തുടയുന്ന ആളുകളാണ്. കാർഡ് റീഡിങ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് റീഡിങ് എടുത്ത് തരാൻ പറ്റുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് എന്താ പറയുക, ചിലർ പറയും ഞാൻ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ഇതൊന്നുമില്ല, കൂടോത്രം ആ പരിപാടിയൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ നമ്മൾ സ്പിരിറ്റിൻ്റെ അത് ചെയ്യുക, എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ എനർജി ചേഞ്ചസ് ഉണ്ടാക്കുക, നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഈ ടാരോ റീഡിങ് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ജപമാല നമ്പർ 1 എടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോവാണ്. ഞാൻ ആദ്യം ഓറക്കൽ മെസ്സേജസിലാണ് ഞാൻ പോകുന്നത്. ഞാൻ തികഞ്ഞ ഒരു ശിവഭക്തയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ സ്പെഷ്യൽ എന്താ പറയുക കഴിവുകളൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിംഗ്, ഈ നിമിഷം നമ്മൾ റീഡിങ് എടുക്കുന്ന നിമിഷം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അതാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡിങ് നോക്കുകയാണ്. എന്താണ് ഇവർക്കുള്ള ഓറക്കൽ മെസ്സേജസ്? എന്താണ് ഇവർക്കുള്ള ഓറക്കൽ മെസ്സേജസ്? ഇതെല്ലാം ഇങ്ങോട്ട് വന്നെങ്കിൽ നമുക്ക് തിരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാർഡ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാർഡ് ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ പൈസയേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇമോഷണലായ സപ്പോർട്ട്, അവർക്ക് സ്നേഹവും നിങ്ങൾ അവരുടെ ഒപ്പം ചിലവഴിക്കുന്ന സമയവും, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടോ സമയമായിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഇപ്പം ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇപ്പം തുടക്കമിടാൻ ഉള്ള പറ്റിയ സമയമാണ് എന്നാണ് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയൊരു യാത്ര കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിലേക്ക്
ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ യാത്ര പോകുമായിരിക്കും അതിൽ. അപ്പോൾ അതിൽ വരുന്ന നിങ്ങളൊരു യാത്രയിലാണ്. അപ്പോൾ ആ യാത്രയിൽ നിങ്ങൾക്ക് വരുന്ന എക്സ്പീരിയൻസ് നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്, നെഗറ്റീവായാലും പോസിറ്റീവായാലും. പിന്നെ അഡിക്ഷൻ, ചിലപ്പോൾ ചിലരോട് ഒബ്സഷൻ ഉണ്ടാവും, ചിലപ്പോൾ സിറ്റുവേഷനിൽ ഒബ്സഷൻ ഉണ്ടാവും. അതെന്തും ആയിക്കോട്ടെ. ചിലപ്പോൾ ചിലരുടെ മനസ്സിൽ പകയുണ്ടാവും, ചിലരുടെ മനസ്സിൽ സ്നേഹമുണ്ടാവും, ചിലരുടെ മനസ്സിൽ എനിക്ക് നേടിയെടുക്കണം എന്നൊരിതുണ്ടാവും, അല്ലെങ്കിൽ ചിലരുടെ മനസ്സിൽ എൻ്റെ ലൈഫിൽ നിന്ന് പോകരുത് എന്നൊരു ചിന്തയുണ്ടാവും. അപ്പോൾ എന്ത് നെഗറ്റീവ് ഇത് ചെയ്താലും, കള്ളത്തരം ചെയ്താലും എനിക്ക് ഇന്ന കാര്യം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ചിലരുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതെന്ത് കാര്യവുമായിക്കോട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ അഡിക്ഷനിലുള്ള ചിലപ്പോൾ കള്ളുകുടി, എന്താ പറയുക, പിന്നെ ഡ്രഗ്സ് എടുക്കുന്നവർ, അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങൾ, പുരുഷ വിഷയങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു അഡിക്ഷനുള്ള ആരോ ഒരാളിന് അതിൽ നിന്ന് വിട്ടുപോരണമെന്നാണ് പറയുന്നത്. പിന്നെ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് വെച്ചാൽ നമ്മളെ സഹായം ആവശ്യപ്പെടുന്നവരെ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇമോഷണൽ കൺട്രോൾ, പിന്നെ പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളും ഒച്ചയും ബഹളം ഉണ്ടാക്കി വഴക്കുണ്ടാക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും നിങ്ങളുടെയും നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോളിൽ വെക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഞാൻ ജിപ്സി ഓർഡേഴ്സ് ഒന്ന് നോക്കാം. ഒരു കാർഡാണ് മറിഞ്ഞേക്കുന്നത്. ബാക്കി എല്ലാ കാർഡും ഇതിൻ്റെ പുറകെ ഉണ്ടാവും. ഒരു കാർഡാണ് മറിഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഏത് കാർഡാണിത് നോക്കട്ടെ. ലോയൽറ്റി, ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ പട്ടിയാണ് കാണിക്കുന്നത്. പട്ടിയാണ് ഏറ്റവും ലോയലായിട്ടുള്ള ആളുകൾ. അത് നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ട്, ലോയൽറ്റി ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ വിട്ടു പോകാത്ത, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കും. മറ്റുള്ളവർ, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്താലും തട്ടിത്തെറിപ്പിച്ചാലും നിങ്ങളെപ്പോഴും അവരോട് ആത്മാർത്ഥതയുള്ളവരായിരിക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ മനസ്സിലുള്ള ആൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഇല്ലയോ അതല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ആൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും കാണാവുന്ന റീഡിംഗ് ആണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് പേഴ്സൻ്റെ ഫീലിങ്സ്. ആദ്യം നമ്മൾ അവരുടെ ഓവറോൾ എനർജിയാണ് നോക്കാൻ പോകുന്നത്. ടവർ മൊമെൻ്റ് കണ്ടു, വലിയൊരു ആപത്ത് സംഭവിച്ച പോലെ, ഒരു അത്യാഹിതം അവരുടെ ലൈഫിൽ ഉണ്ടായ പോലെ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് വയനാടിൻ്റെ കാര്യം, എൻ്റെ ദൈവങ്ങളെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് ആണ് പേഴ്സൺ. ഇപ്പോഴത്തെ എനർജി അൺകണ്ടീഷണൽ ലവ് ആണ്. ഈ പേഴ്സൺ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. അധികം ഒന്നും എന്നുവെച്ചാൽ ഓക്കെ, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നൊരാഗ്രഹമാണ്. അതൊരു സഹജമായ, എന്ത് ജീവിയാണെങ്കിലും അതൊരു നമ്മളൊന്ന് ഫേസ്ബുക്കിലാണെങ്കിൽ തന്നെ നമ്മളൊന്ന് തിരിച്ചൊന്ന് പൊക്കിയിടത്തില്ല, ജസ്റ്റ് ഒന്ന് കാണണ്ടേ, ആ ഒരു എക്സ്പെക്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സോഡിയാക് സൈൻ ആണ്. ഈ പേഴ്സൺ സ്നേഹിക്കുമ്പോൾ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആളാണ്. അത് ചിലർ സ്നേഹം ഒളിച്ചു വെക്കും, അല്ലേ, സീക്രട്ടായിട്ട് വെക്കും. പക്ഷേ ഈ പേഴ്സൺ സ്നേഹിക്കുമ്പോൾ എല്ലാവരോടും പറയും എനിക്ക് ഇന്നയാളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അതിനൊരു ചളിപ്പും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ 8 of Wands കാണും. 8 of Wands എന്ന് പറഞ്ഞാൽ കോൺടാക്ട്, മെസ്സേജസ്, കോൾസ്,
അങ്ങനെയുള്ള പരിപാടി. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് കോൺടാക്റ്റിലാണ് ഈ പേഴ്സൺ സ്നേഹിക്കുന്ന ആളുമായിട്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, വിട്ട് കളയില്ല ഞാൻ എന്ന് മുറുക്ക പിടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ കാണിക്കുക, ഒരാളിരിക്കുന്നു, അയാളുടെ കാലിൽ 2 കാല് കൊണ്ട് 2 കോയിൻ ചവിട്ട് പിടിച്ചിരിക്കുന്നു, ഒരു കോയിൻ ഇങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു, ഒരു കോയിൻ തലയിലും. അപ്പോൾ ഇത് സ്നേഹമായിട്ട് നമുക്ക് എടുക്കാം. ആ പേഴ്സൺ ഒരു തരത്തിലും ഞാൻ വിട്ടു തരില്ല എന്ന് പറയുന്ന ഒരു എനർജിയാണത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? എന്തോ നേടിയെടുക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണ്, വളരെ ക്ഷമയുള്ള ആളാണ്, വളരെ വളരെ കാൽക്കുലേറ്റീവായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി പോകുന്ന ആളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ. ഈ പേഴ്സൺ ഭയങ്കര, പക്ഷേ ഇപ്പോൾ ഓവർലി ഇമോഷണൽ, ഭയങ്കര ഇമോഷണലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓവർലി ഒട്ടും ഇമോഷണൽ അല്ലാത്ത ആൾക്കാരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, അവരെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് മാറ്റാൻ നമുക്ക് പറ്റില്ല, ഭയങ്കര സ്ട്രോങ് ആയവർ. അപ്പോൾ ഈ പേഴ്സൺ സ്ട്രോങ് ആയ ഒരാളാണെങ്കിലും ഇപ്പോൾ ഭയങ്കര ഇമോഷണലാണ്. ഇത് ഭയങ്കര ലവിങ് കെയറിങ് എനർജിയാണ്. ഇത് ലവിങ് കെയറിങ് എനർജി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രാക്ടിക്കലാണ്, വളരെ തലകൊണ്ട് ചിന്തിക്കുന്ന ഒരു എനർജി ആണെങ്കിലും ഇവിടെ 3 ക്വീൻസ് ഉണ്ട്. ഒരു ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ക്വീൻ ഓഫ് സ്വേർഡ്സ് ഉണ്ട്. ഇത് രണ്ടും അപ്രൈറ്റും ഇത് റിവേഴ്സുമാണ് വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര സ്ട്രോങ് എനർജിയാണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഡയറക്റ്റായിട്ട് മനുഷ്യനെ കൊന്നു കളയുന്ന ഒരു എനർജി. എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് കൊല്ലാൻ പറ്റുമെങ്കിൽ അവർ ആ ഒരു എനർജിയാണ്. പക്ഷെ അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം ഈ പേഴ്സൺ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഇപ്പോൾ വല്ല വഴക്കുണ്ടാവുമോ, എന്തെങ്കിലും ചെയ്തോ, ഭയങ്കര ഇമോഷണലാണ്. ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ചിലപ്പോൾ ഈ പേഴ്സൺ വെള്ളം അടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയത്, ഇപ്പോൾ വെള്ളം ഫ്രണ്ട്സൊക്കെ ഓഫർ ചെയ്താൽ പോലും ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ പേഴ്സണെ വെള്ളം അടിപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കും അല്ലെ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് എപ്പോഴും ഇടിയുണ്ടാവും. അപ്പോൾ കുറേ നാൾ നിങ്ങൾ പറഞ്ഞിട്ട് ഇത് കേൾക്കാണ്ടിരുന്നത്, അപ്പോൾ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വീട്ടിലേക്ക് പോവുകയോ പേഴ്സണെ ഉപേക്ഷിച്ച് പോകുന്നൊക്കെ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നപ്പോൾ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടി. കാരണം ഫ്രണ്ട്സൊക്കെ ഓഫർ ചെയ്തിട്ടും പേഴ്സൺ അത് എടുക്കുന്നില്ല, എനിക്ക് വേണ്ട, കാരണം പ്രശ്നമാകും. അപ്പോൾ ഇത് ഓർത്തിട്ട് പേഴ്സൺ ഭയങ്കര ഓവർലി ഭയങ്കര ഇമോഷണലാണ് ഈ പേഴ്സൺ. മനസ്സിലായി, ഒരു കാര്യം നേടിയെടുക്കാനാണ്, ചിലപ്പോൾ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനായിരിക്കും. നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയ എനർജിയാണ്. വീടും നിങ്ങൾ ചിലപ്പോൾ ജോലിയുള്ള ഒരു എനർജി ആയിരിക്കും. വീടും ജോലിയൊക്കെ ഒരുപോലെ നോക്കാൻ കഴിവുള്ള, ഭയങ്കര സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് വെച്ചു വിളമ്പാൻ കഴിവുള്ള ഒരു എനർജിയാണ്, ആണായാലും പെണ്ണായാലും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ആകുമ്പോൾ നിങ്ങൾ വളരെ സഹിച്ചും ക്ഷമിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ കൺട്രോളിൽ വിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടാവും ഈ പേഴ്സണിനോട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ എല്ലാം റിജക്റ്റ് ചെയ്യാണ് ഇപ്പോൾ. മനസ്സിലായോ, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം ഈ പേഴ്സൺ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മുഷിഞ്ഞ ഒരാൾ വേറെ ഉണ്ടാവില്ല. സ്ത്രീ ആയാലും പുരുഷനും, സ്ത്രീകളും ഉണ്ട് വെള്ളം അടിക്കുന്ന ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട്. അപ്പോൾ ചില സ്ത്രീകൾ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം അടിക്കുന്നതെന്നല്ല പ്രശ്നം, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റും, അവിടെയാണ് പ്രശ്നം. നമ്മൾക്ക് ബോധമില്ലാണ്ടായി കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവർ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യിക്കുന്നത്, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റാറില്ല. മനസ്സിലാവുണ്ടോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തോ ഒരു അബദ്ധം നിങ്ങൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വെള്ളം അടിച്ചു കഴിഞ്ഞിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് വലിയൊരു പ്രശ്നമായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കുകയോ, ഇത് നിങ്ങളുടെ എനർജിയോ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയോ ആവാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു തെറ്റാണ് ചെയ്തതെന്നൊരു ബോധമുള്ള ഒരാളായതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഇമോഷണൽ പ്രശ്നത്തിലാണ് ഈ പേഴ്സൺ കേട്ടോ. ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാരാണ്? ഇതൊക്കെ നമ്മളുടെ ലൈഫിലുള്ള ആളുകളാണ്. ഈ കിങ്സും ക്വീൻസും പേജസും എല്ലാം വരുന്നത് നമ്മളുടെ ലൈഫിലുള്ള ആൾ. ഇത് ടു ഓഫ് കപ്സ്. അപ്പോൾ ഇത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. വിക്ടറി, നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ തിരിച്ചു പിടിക്കണം. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ കേട്ടോ. അപ്പോൾ അതാണ് ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം റിലേഷൻഷിപ്പിൽ എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്ത 24 മണിക്കൂറും.
കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? കാർഡും 3 ഓഫ് വാൻഡ്സ്. നിങ്ങളെയും പ്രതീക്ഷ നിൽക്കുകയാണ് ആള്. മറ്റുള്ളവരെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ ഒന്ന് വരാം. ബാധകം നടച്ചേക്കട്ടെ. ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ടാണ് ഞാൻ ബാധകം. ഓക്കെ, അപ്പോൾ മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ സീക്രട്സ് ആണ്. സീക്രട്സും അത് മാത്രമല്ല ഡ്രീമിലാണ്. ഒരു ഡ്രീം നിങ്ങളുമായിട്ടുള്ള ഒരു സാഡ്നെസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചന്ദ്രനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. ചില നമ്മൾ റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക, നമ്മളുടെ പേഴ്സൺ നമ്മളുടെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മൾ ചന്ദ്രൻ സന്ധ്യാസമയത്ത് രാത്രി ചന്ദ്രനെയൊക്കെ നമ്മൾക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചില സമയത്ത് ഓർക്കാറുണ്ട്. ഞാൻ എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന ഈ ചന്ദ്രനെ എവിടെ ലോകത്തിൻ്റെ ഏതൊക്കെ മൂലയിലിരുന്ന് ഏതൊക്കെ ആൾക്കാരെ കാണുന്നത്, ഒരേ സാധനത്തിനെയാണ് കാണുന്നത് അല്ലേ? എല്ലാവരും ഒരു ചന്ദ്രനെയാണ് കാണുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ പല സ്ഥലത്ത് കോർണറിൽ നിന്നും പലരും ഈ ചന്ദ്രനെ നോക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ ഈ പേഴ്സൺ ചന്ദ്രനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ രാത്രി സന്ധ്യ ആകുമ്പോൾ ഈ പേഴ്സൺ ഭയങ്കര സങ്കടമാണ് രാത്രിയാകുമ്പോൾ. കാരണം നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. പക്ഷെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഫ്രണ്ട്സ് വഴിയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് എത്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നന്നാവുന്നുണ്ട്, ഇതാണ് അതാണ്, ഞങ്ങൾ നിർബന്ധിച്ചാലും ഇപ്പോൾ റിജക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു റിസൾട്ട്, എന്തെങ്കിലും ഒരു എഫക്റ്റ് നിങ്ങളിൽ ഉണ്ടാവും ഇവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പ്രവർത്തിക്ക് എന്ന് വിചാരിച്ച് അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരം വന്നിട്ട് ഈ പേഴ്സണിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വഴക്ക് വേണ്ടാന്ന് വെക്കും. ഇത് വലിയ സെപ്പറേഷനൊന്നും അല്ല. നിങ്ങൾ ചിലപ്പോൾ തൽക്കാലം മാറി നിൽക്കുമായിരിക്കും ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ കാലത്തെ പുറത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടാവും ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടിട്ട്. കാരണം ഓഫീസ് പാർട്ടികളിലൊക്കെ നല്ലോണം വെള്ളം ഒഴുകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലും ആ ഒരു പ്രശ്നം വരും. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു, അതൊക്കെ നിർത്തിവെച്ചേക്കാണ്. പകരം അത് വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയ ഒരാളാണ്. നിങ്ങളാണ് ഈ പേഴ്സൻ്റെ എയിം. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ഭയങ്കര പാഷനറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു കിട്ടണം ഈ പേഴ്സണ്. വേറെ ഒരു ചിന്തയില്ല ഈ പേഴ്സൻ്റെ മനസ്സിൽ, കേട്ടോ. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നപ്പോഴായിരിക്കും ഇതിൻ്റെ സീരിയസ്നെസ് മതി. നിങ്ങൾ വളരെ ഒരു ഒതുങ്ങി ഉള്ള ഒരു എനർജിയാണ്. ആണായാലും പെണ്ണായാലും മിതമായിട്ട് സംസാരിക്കുന്ന, ഇവരോട് ആവശ്യമില്ലാതെ വഴക്കടിക്കാത്ത ഒരു എനർജിയാണ്. വളരെ മെച്യൂർഡായ എനർജി ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ചിലർ അത് മിസ്യൂസ് ചെയ്യും. ചിലരായിരിക്കും എന്നുവെച്ചാൽ ഒരു ആളെ നമ്മളിങ്ങനെ തള്ളിയിട്ട് അയാൾ തിരിഞ്ഞ് അനങ്ങയില്ല, പിന്നെയും വന്നു നിന്നു, പിന്നെയും തള്ളി, നമ്മളെ തിരിഞ്ഞ് നോക്കി ഒന്നും മിണ്ടിയില്ല, മൂന്നാമത് തള്ളി ഒന്ന് നോക്കണം. അപ്പം ഇയാളെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് ഇരുന്നിട്ട് അപ്പോൾ കൂടുതൽ ഉഴപ്പാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടി. ഈ പേഴ്സൻ്റെ നല്ലതിന് വേണ്ടി, ആളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല, നിങ്ങളുമായിട്ട് തന്നെ റിലേഷൻഷിപ്പ് പറ്റുള്ളൂ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന ഒരു കോൺസ്റ്റൻറ്റിലാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, മറ്റെല്ലാവരെയും പ്രതിരോധിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയണ്ടാവും, എന്താ പറയുക, സ്വഭാവം നിങ്ങൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് അങ്ങനെയാണ്, വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളെ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണോട് അവരുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ഈ പേഴ്സൺ. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നും ഈ നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് അറിയാം. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. പിന്നെ ചില സമയത്ത് ചിലർക്ക് കുറേ വീക്ക്നെസ്സസ് ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പേഴ്സൺ, കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ
Cancer, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio. അപ്പോൾ ഇതാണ് ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി ഞാൻ രണ്ടാമത്തെ ജപമാല സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗ് തുടങ്ങാം. ഇതാണ് രണ്ടാമത്തെ ജപമാല കേട്ടോ. ഇതിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താ പറയുക, ഇപ്പോൾ ഈ രണ്ടാമത്തെ റീഡിങ് കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വീട് മാറുകയോ ഹോസ്റ്റലിൽ മാറുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒരു മാറ്റം കണ്ടു അവിടെ. പക്ഷേ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി ചിലപ്പോൾ പുതിയ സ്ഥലങ്ങൾ കാണാൻ വെക്കേഷന് പോകുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് കെയർഫുൾ ആയിരിക്കുക കേട്ടോ. നമ്മൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, പക്ഷേ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത് ഭഗവാനെ. ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്, സെൽഫ് കെയർ, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റിജുവിനേറ്റ്. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യത്തിൽ മുഴുകുമ്പോൾ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളിൽ ശ്രദ്ധ പോകുന്നില്ല. അത് വളരെ നല്ല കാര്യമാണ്, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ എനർജി ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തോ ഭക്ഷണ കാര്യം ചിലപ്പോൾ ചിലർ, ഞാനിപ്പോൾ സന്ദർഭവശാൽ പറയുകയാണ്, ചിലർ പറയും എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്ന് പറയും. കോൺസ്റ്റിപ്പേഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു എന്താ പറയുക, ഓക്കെ, എല്ലാ കാര്യത്തിനും ഒരു റിലീസ് ഉണ്ട്. യൂറിൻ പാസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ നമ്മളുടെ വയറ്റിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് കളയാനായിട്ട് നമുക്ക് ബോഡി ഒരു ഇത് തരും. നമ്മൾക്ക് തുമ്മാൻ വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നാലും ചിലർ മൂക്കി പിടിച്ചിരിക്കും, അയ്യോ തുമ്മരുതെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ റിവേഴ്സ് ചെയ്താവും. കാരണം ഒരു പ്രാവശ്യം നമ്മൾ തുമ്മുമ്പോഴും നമ്മളൊരു ഹാർട്ട് ബീറ്റ് മിസ്സാവുകയാണ് ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റ് നിൽക്കും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിനെ മൂക്കിലൊക്കെ പിടിച്ച് അത് നിർത്താനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ബോധം കെട്ട് വീഴുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. പിന്നെ യൂറിനറി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് യൂറിൻ പിടിച്ചു വെച്ചാൽ. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ നിന്ന് കളയേണ്ട സാധനങ്ങൾ എപ്പോഴും കൃത്യമായ സമയത്ത്, അത് ബോഡി നമുക്കൊരു തട്ട് തരും, ഇങ്ങനെ പോയി സമയമായി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട്, ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ സമയത്തിന് കാര്യങ്ങൾ നടത്താത്ത ആളുകൾക്കാണ് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചിലപ്പോൾ ശാരീരിക പ്രശ്നങ്ങളുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളായിരിക്കാം. ഭക്ഷണ സമയത്തിന് ചിലപ്പോൾ ഷുഗർ ലോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരായിരിക്കാം. അപ്പോൾ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. അപ്പോൾ അത് ആ ഫീലിംഗ് വരുമ്പോൾ അതങ്ങ് ചെയ്തേക്കുക. അതുകൊണ്ടാണ് ഇവിടെ സെൽഫ് കെയർ. അപ്പോൾ മിക്കവരും പിടിച്ചു വെക്കും കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ഭക്ഷണം മാത്രമല്ല, സ്നേഹം മാത്രമല്ല, നമ്മളുടെ ശാരീരിക ആവശ്യങ്ങളും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയമുണ്ട്, അതേ സമയത്ത് ചെയ്യുക. അതെല്ലാം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഇതെല്ലാം പോയിസൺ ആണ് ശരിക്കും പറഞ്ഞാൽ, അത് വേസ്റ്റാണ് ഈ ശരീരത്തിൻ്റെ. ഇതൊക്കെ വിട്ട് കളയുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സെൽഫ് കെയർ ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്ത് ജോലിയിലാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി അതേ സമയത്ത് ചെയ്യുക, നമ്മൾ ഇഗ്നോർ ചെയ്യരുതെന്നാണ് പറയുന്നത്. അതാണ് സെൽഫ് കെയർ. ഓക്കെ, ഭക്ഷണ സമയത്ത് കഴിക്കുക, എക്സസൈസ് സമയത്ത് കഴിച്ച്, കാലത്ത് കൃത്യസമയത്ത് എഴുന്നേൽക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക. നമ്മളൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യം തകിടം മറിയും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെന്നാണ് കാണിക്കുന്നത് ഭഗവാനെ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഓറക്കിൾ നോക്കാം. ലോർഡാണ് കാണിക്കുന്നത്. ലോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധിപൻ. നിങ്ങളുടെ അധിപൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അധിപൻ ആരുമാവാം. നമ്മളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ആരെയാണോ സഹായിക്കുന്നത്, അനുവാദം നൽകുന്നത്,
ആ പേഴ്സണാണ് ഈ ലോർഡ്. ഇതാരാണ് നിങ്ങൾക്കറിയാം കേട്ടോ. ഇതാരുമാവാം. നിങ്ങളുടെ ബോസ് ആവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്സ്, ആരുമാവാം, ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, കുട്ടികൾ, ആരുമാവാതെ. അപ്പം അതാണ് ഇവിടുത്തെ എനർജി. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് ഫീലിങ്സ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കണം. വളരെ ഡോമിനേറ്റിംഗ് ആയ ഒരു എനർജി പോലെ കണ്ടു. എംപറർ റിവേഴ്സ് ആണ് കണ്ടത്. ഒട്ടും കൊള്ളില്ലാത്തത്. പിന്നെ കാണുന്നുണ്ട് ഒട്ടും കൊള്ളില്ലാത്തൊരു എനർജിയാണ് എംപറർ. റിവേഴ്സ് വന്നാൽ, അപ്രൈറ്റ് വന്നാൽ ഒരു അച്ഛനാണ്, ഫാദർ ഫിഗറാണ് എംപറർ. പ്രജകളുടെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരാളാണ് ചക്രവർത്തി. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 10 of Wands ആണ്. 10 of Wands എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും ഭാരം മുതുകിലേറ്റുന്ന ഒരാളാണിത് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ആരെങ്കിലും അത് ചെയ്തോ, ആ ശരി, ഇത് ചെയ്തോ, ആ ശരി. ആകെ 24 മണിക്കൂറുണ്ട്, ഒരു 30 മണിക്കൂറിൻ്റെ കാര്യങ്ങൾ ഈ പേഴ്സൺ ഏറ്റെടുക്കും ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നടുവൊടികളായ ഒരാളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി കേട്ടോ. 2 കാർഡ് കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ, അതുകൊണ്ടാണ് സെൽഫ് കെയർ കാർഡ് വന്നത്. ഇത് നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ പേഴ്സണിൻ്റെ ആവാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പേഴ്സണിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ പറ്റാറില്ല. അതിൽ നിന്നെല്ലാം മുഖം തിരിച്ചിരിക്കുന്ന ആൾ മറ്റുള്ളവരിൽ. കാരണം നമ്മളുടെ ഒഫീഷ്യൽ കാര്യങ്ങളും നമ്മളുടെ ബന്ധുക്കൾ പറയുന്നത് നമുക്ക് തട്ടിക്കളയാം. എനിക്ക് പറ്റൂല. ഇപ്പോൾ ഭാര്യ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഞാൻ കടയിൽ പോകില്ല, ഞാൻ റേഷനിൽ പോകില്ല, അവിടെ പോകില്ല, ഇവിടെ പോകില്ല എന്നില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ അകന്ന ആൾക്കാർ, നെയ്ബേഴ്സ്, അല്ലെങ്കിൽ ഓഫീസിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വഴിയെ പോകുന്ന ആൾ പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റാത്തൊരു എനർജിയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് ഈ പ്രാരാബ്ധമായിട്ട് മുതുകത്ത്. എന്നാലും ബന്ധുക്കളെ മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. അവരുടെ ഒരു കാര്യം ചെയ്യാത്തൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ ഇത് സമയം ഈ സിറ്റുവേഷൻ ഒന്ന് മാറിയിരുന്നെങ്കിൽ, എനിക്കൊന്ന് നടു നിവർക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? Knight of Wands, Queen of Cups. അപ്പോൾ ഇതൊരു മാരേജ് സിറ്റുവേഷൻ ആണോ? ഇവിടെ ഒരാൾ ഇമ്മച്വർ എനർജിയാണ്, വിവാഹം കഴിക്കാത്ത ഒരു എനർജിയാണ്. 2 പേര് കല്യാണം, 2 ക്വീൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിവാഹം കഴിച്ച ഒരു എനർജിയും വിവാഹം കഴിക്കാത്ത ഒരു എനർജിയാണോ ഇത്? മനസ്സിലായോ? ഇവിടെ ഒരു സിറ്റുവേഷനിലാണ് അവിടെ ഹാപ്പി അല്ല ഈ പേഴ്സൺ, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ സിറ്റുവേഷനിൽ. അപ്പോൾ ഈ പേഴ്സൺ ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്ന ഒരു എനർജി. ചോദ്യവും ഭയങ്കരമായ പൊസസീവായ ഒരു എനർജി. ഇത് ഭയങ്കര പൊസസീവായ ഒരു എനർജിയാണ്. ഇതെന്ന് വെച്ചാൽ ഒരു പ്ലെയറാണ്. പ്ലെയർ എന്ന് പറഞ്ഞാൽ വളരെ അഡ്വഞ്ചർ ലവിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ എന്ന് വെച്ചാൽ ആ പേഴ്സൺ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. ഇവിടെ ജെമിനായും ക്യാൻസറും തമ്മിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് മജിഷ്യനാണ്, അത് ചാരിയറ്റാണ്. അപ്പോൾ അതൊരു പ്ലെയർ എനർജി. ഇതൊരു ജെമിനായി സോഡിയാക് സൈൻ ആവാം, ക്യാൻസർ ആവാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് മാനിപ്പുലേറ്റീവ് ആയ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. പക്ഷേ കൂടെയുള്ള ആൾ ഒരു ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. വളരെ അൺകണ്ടീഷണൽ ലവ് ആണ്. പക്ഷേ എന്നാലും നമ്മൾ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുക എന്ന് പറയുന്നത് അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവർക്ക് സ്പേസ് വേണം, അവർക്ക് ശ്വാസം മുട്ടും സ്നേഹം കൂടിയാൽ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പം
നിങ്ങളുടെ പേഴ്സൺ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ പേഴ്സണൽ ലൈഫിലുള്ള ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ അത്ര ഹാപ്പി അല്ല. അങ്ങനത്തെ ഒരാളെ അല്ല പേഴ്സണ് വേണ്ടത്. അപ്പോൾ പേഴ്സൺ അബാൻഡൻ ചെയ്യാൻ കൺഫ്യൂഷനിലാണ്. അബാൻഡൻ ചെയ്യണോ, അത് വേണോ, ഉപേക്ഷിക്കണോ, അത് കൊണ്ട് നടക്കണോ എന്നൊരു ചിന്ത ഇവിടെ ഈ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. കാരണം ഈ പേഴ്സൺ ഭയങ്കര ആംബീഷ്യസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെ നടക്കണം, യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളായിരിക്കും. യാത്ര ചെയ്യുന്നത് എങ്ങനെ, ഒരു കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അന്ന് നമുക്ക് ഊട്ടി പോവാം, നമ്മുടെ ബാഗും പാക്ക് ചെയ്ത് പോകുന്ന ആളായിരിക്കും. പക്ഷേ കൂടെയുള്ള ആൾ ഊട്ടി പോകണം അല്ലേ, എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോകും, കുറേ പ്ലാനിങ് ഉണ്ട്, അത് ചെയ്യണം, പാക്ക് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, വീട്ടുകാരുടെ പാലുകാരനോട് വരണ്ടെന്ന് പറയണം, പേപ്പറുകാരനോട് പേപ്പർ ഇടണ്ടെന്ന്. മനസ്സിലാവുണ്ടോ? അപ്പോൾ 2 പേരും, ഒരാൾ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരാൾ, മറ്റേ ആൾ നല്ലോണം ഉത്തരവാദിത്തമുള്ള ആൾ. ആ ഒരു കോൺട്രഡിക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല. ഈ സിറ്റുവേഷൻ വേണം. ഒരേ ഒരു കാര്യം കൊണ്ടാണ്, പാഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നത്. പാഷൻ, ഏസ് ഓഫ് വാൻസ്. ഒരു ന്യൂ പാഷനറ്റ് റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടാവുമോ? പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട് പേഴ്സണ്. അപ്പോൾ സ്ട്രെസ് ഉണ്ട്, കാരണം പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിലുള്ള ആൾ അറിയാൻ ഇടവരരുത് ഫ്യൂച്ചർ പ്ലാൻസ്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി അങ്ങനെ നോക്കുമ്പോൾ ഈ വോൺസ്, ഈ പേഴ്സൺ പറയുന്ന എനിക്ക് ഓവർ ബേർഡൻ ആണെന്ന് പറഞ്ഞില്ലേ, ഇവിടെ കാണിച്ചില്ലേ ഓവർ. അത് ചിലപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിലെ ആളെ ഒഴിവാക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഫോൺ വിളിക്കാതിരുന്നത്? എനിക്ക് ഓവറായിട്ട് ഭയങ്കര തിരക്കായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ ജോലി ഞാൻ ചെയ്യണം, ഇവരുടെ ജോലി. ചിലപ്പോൾ നുണ പറയുന്നതായിരിക്കാം. എന്തിന്? ഈ കറണ്ട് റിലേഷൻഷിപ്പിലുള്ള ആളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുമാവാം. ഇപ്പം ഇങ്ങനെ കണ്ടിട്ട് ഇത് നോക്കുമ്പോൾ വേറൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകണമെന്നുണ്ട്, കാരണം ഇവിടെ ഒട്ടും ഹാപ്പി അല്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്ലാനിങ്ങോടുകൂടി ഇവിടെ നിന്ന് പോകണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? ഹാങ്ഡ് മാൻ, വേൾഡ് കാർഡ് റിവേഴ്സ്, 2 of Wands. തീരുമാനമെടുത്തിട്ടുണ്ട് ഈ പേഴ്സൺ. പിന്നെ ഭയങ്കര ഇമോഷണലി ഇമ്മച്യൂർഡ് ആണ് പേഴ്സൺ. ഇവിടെ ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ ഈ സിറ്റുവേഷനിൽ നോക്കുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നോക്കുമ്പോൾ ഇത് ഓക്കെ, പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ചില ഫോട്ടോസ് കണ്ടിട്ടില്ലേ, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രായം, ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ പ്രായം, നേരെ നോക്കുമ്പോൾ വേറെ പ്രായം, ഇതുപോലെ. അപ്പോൾ ഈ പേഴ്സൺ പല സ്ഥലത്ത് നിന്ന്, പല സിറ്റുവേഷനിൽ നിന്നിട്ട് ഈ ഒരു സിറ്റുവേഷനെ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ അപ്രോച്ച് ചെയ്യാതിരുന്നാലോ. അപ്പോൾ പല തരത്തിൽ മനസ്സിൽ പല ചിന്തകളാണ് ഈ പേഴ്സൻ്റെ കടന്നു പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, കേട്ടോ. അപ്പം ഈ റിലേഷൻഷിപ്പ് എന്തായാലും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. പുതിയൊരു അപ്രോച്ച് വേണം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുതിയ തരത്തിലൊരു അപ്രോച്ച് നിങ്ങളുടെ അടുത്ത് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നോക്കുന്നത്, കേട്ടോ. പക്ഷേ ഇമോഷണലി ഭയങ്കര ഇമ്മച്യൂർഡ് ആണ്, ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പ് പോണ സിറ്റുവേഷൻ ഈ പേഴ്സൺ അത്ര ഹാപ്പി അല്ല. ഈ പേഴ്സൺ മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരു പുതുമ വേണം റിലേഷൻ. കാരണം ഈ പേഴ്സൺ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. എപ്പോഴും ഒരുപോലെയുള്ള സിറ്റുവേഷൻ പോയാൽ ഈ പേഴ്സൺ ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചൊരു ലൈഫ് കൊണ്ടുവരണം, ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് സർവൈവ് ചെയ്യാം, ഇപ്പോഴത്തെ സിറ്റുവേഷനെ സർവൈവ് ചെയ്യാം, എങ്ങനെ ചെയ്യാം, ഇതാണ് ഈ പേഴ്സൺ നോക്കുന്നത്, കേട്ടോ. അപ്പോൾ പുതിയ ഐഡിയാസാണ്, പുതിയ അപ്രോച്ച്, എന്ത് ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ പേഴ്സൺ നോക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ, മനസ്സിലായോ? പേഴ്സൺ നുണ പറയുന്നുണ്ട് നിങ്ങളെ. കാരണം പല റിലേഷൻഷിപ്പും ഇപ്പോൾ
90% നല്ല കാര്യങ്ങളാണ്, 10% നെഗറ്റീവ് കാര്യങ്ങൾ. നമ്മൾ ആ നെഗറ്റീവ് കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവ് കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ആ നെഗറ്റീവ് കാര്യത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ലോയലാണ്, മനസ്സിലായി, ഡിപ്പെൻഡബിൾ ആണ്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഓക്കെ ഈ സമയവും മാറും എന്നൊരു വിശ്വാസമുള്ള ആളാണ്. അപ്പോൾ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, പുതിയൊരു അപ്രോച്ച് എടുക്കാം ഈ റിലേഷൻഷിപ്പിലേക്ക് എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഇവിടെ സെൽഫ് കെയർ കാണിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മൾ എന്താ പറയുക, പണ്ട്, ഇപ്പോൾ പിന്നെയും മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ആരെയും പോയിന്റ് ചെയ്യുകയോ അല്ല ഞാൻ പറയുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി, ഇനിയിപ്പോൾ എന്താ, അപ്പം മുഷിഞ്ഞ വേഷത്തിൽ നടക്കുക, കാലത്ത് എഴുന്നേറ്റ് കുളിക്കില്ല, ചിലർ പല്ല് തേക്കില്ല, ഒരു ഒരു മുഷിഞ്ഞ കോലത്തിൽ നടക്കും ആൾക്കാർ. ഡ്രസ്സ്, ശരീരം മെയിൻറ്റെയിൻ ചെയ്യില്ല എന്ന് വെച്ചാൽ എക്സ്ക്യൂസ്, ഇതുകൊണ്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് അതൊക്കെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സെൽഫ് കെയർ കാണിച്ചത്. സെൽഫ് കെയർ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്, അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ മറ്റേ ആൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളാണെങ്കിൽ ഈ പേഴ്സൺ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് ഉള്ളിൽ ഒരു ദേഷ്യം തോന്നും, ഇറിറ്റേഷൻ തോന്നും. ഇവർക്ക് എന്താ മര്യാദയ്ക്ക് നടന്നൂടെ, ഇയാൾക്ക് എന്താ നന്നായിട്ട് നടന്നൂടെ, ആന ചേന, പക്ഷെ പറയില്ല കാരണം റിലേഷൻഷിപ്പാണ്. പക്ഷെ മനസ്സുകൊണ്ട് അകലാൻ തുടങ്ങും. അത് ഈ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല, മനസ്സിലാവുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സെൽഫ് കെയർ ചെയ്യുക, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ ഓവറായിട്ടല്ല, വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുക, കുളിക്കുക, ജപിക്കുക, പല്ല് തേക്കുക, എക്സസൈസ് ചെയ്യുക, മനസ്സിലാവും, ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുക ലൈഫിൽ. അതാണ് മെയിനായിട്ട് കേട്ടോ. അങ്ങനെ ഒരു സെൽഫ് കെയർ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ലോഡിനെ കണ്ടോ, ഇതാണ് നിങ്ങളുടെ ലോഡ്, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ പേഴ്സൺ. നിങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കുന്നത്. ആ പേഴ്സണെ ലുക്ക് കണ്ടോ, ഫുൾ ഡ്രസ്ഡ് ആണ്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരാളാണ്. ആ പേഴ്സൻ്റെ ഡ്രസ്സിങ്ങിൽ ആ പേഴ്സൺ ഒരു ആഢ്യത്വം ഉണ്ട്, ഇത് പെണ്ണായാലും ആണായാലും. അതുപോലെ നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട് ആ പേഴ്സൺ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സെൽഫ് കെയർ, സ്വന്തം കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പേഴ്സൺ പറയാതിരിക്കുകയാണ്, കാരണം ഹേർട്ടാവും, വഴക്കാവും, ബഹളമാവും. നിങ്ങൾ അറിഞ്ഞ് പെരുമാറട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് ചില സമയത്ത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പൈസീസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ, ജെമിനി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ചിലപ്പോൾ ഭർത്താവ് നല്ല പൊക്കവും വണ്ണമൊക്കെ ഉള്ള ആളാണെങ്കിൽ, ആവശ്യത്തിന് പൊക്കവും വണ്ണമൊക്കെ ഉള്ള ആളാണെങ്കിൽ, ഭാര്യമാരിപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭർത്താവ് മെയിൻറ്റെയിൻ ചെയ്താന്ന് ഓർക്കണം. ഭാര്യമാരോട് ചോദിക്കുകയാണ്, നീ എന്താ വണ്ണം കുറയ്ക്കാത്തത് എന്നാൽ ആരെങ്കിലും ഇപ്പോൾ വണ്ണം, ഇപ്പോൾ ബോഡി ഷെയ്മിങ് ആണ് എല്ലാ കാര്യവും. ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ് ഈ ബോഡി ഷെയ്മിങ് ആരാ കൊണ്ടുവന്നത്? ഈ കമ്പനി, അഡ്വർടൈസിങ് കമ്പനീസാണ് ഈ ബോഡി ഷെയ്മിങ് കോൺസെപ്റ്റ് വളർത്തിക്കൊണ്ട് നമ്മളുടെ മനസ്സിലുണ്ടാക്കിയത്. ഈ ഓവർ വണ്ണമാകുമ്പോൾ നമുക്ക് മൂവ്മെൻറ്റ്സിന് പ്രശ്നം ഉണ്ടാവും, നമ്മൾ വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റില്ല, മനസ്സിലാവുണ്ടോ, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ പലരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ മനസ്സിലാവുണ്ടോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ ഹെൽത്ത്, മെയിനായിട്ട് നമ്മളെ ഹെൽത്താണ്. പക്ഷേ ഇപ്പോൾ ബോഡി ഷേമിങ് വലിയ ഇഷ്യൂ ആണ്. ആരെങ്കിലും ഒരാൾക്ക് വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞാൽ ഉടനെ ബോഡി ഷേമിങ് എന്ന് വെച്ചെടുക്കാൻ തുടങ്ങും, മനസ്സിലാവുണ്ടോ. അത് ഒരു സൈഡ്. പക്ഷേ നമ്മളുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാവുണ്ടോ. പിന്നെ നമ്മളുടെ കൂടെയുള്ള ആൾക്ക് എന്താണ് ഇഷ്ടമെന്ന് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ്. അല്ലെങ്കിൽ നമ്മൾ അയാൾക്ക് ഇഷ്ടമുള്ള കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം എവിടെ നിന്നാണോ കിട്ടുന്നത് അത് അന്വേഷിച്ച് പോകും. പിന്നെ പെടുന്ന കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല എൻ്റെ ഹസ്ബൻഡ് നല്ല പൊക്കവുമാണ്, പക്ഷേ ആ പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അത് ഇവരെ കണ്ടുപെടുന്നില്ല. ആ പേഴ്സണ് എക്സ്ട്രാ റിലേഷൻഷിപ്സ് ഉണ്ട്, അത് ഇവർക്കറിയില്ല, എനിക്ക് പറയാനും പറ്റില്ല, മനസ്സിലാവുണ്ടോ. ഇതൊക്കെ അങ്ങാടിപ്പാട്ടാണ്. പക്ഷെ വൈഫ് ഇതൊന്നും അറിയുന്നില്ല. അവരവരുടേതായ ലോകത്ത് വിട്ടിട്ട് ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സെൽഫ് കെയറിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ആരെയും ബോഡി ഷേമിങ് ചെയ്യാനും പറഞ്ഞതല്ല. ഈ നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ അതിന് അടിമയാക്കുന്നത് ഈ അഡ്വർടൈസിങ് കമ്പനീസാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരു
എന്താണ് എസെൻസ് ഓഫ് എ വുമൺ. മനസ്സിലായി? എസെൻസ് ഓഫ് എ വുമൺ എന്തുവാണ്? അത് അഡ്വർടൈസിങ് കമ്പനീസിൻ്റെ ഒരു പെർഫ്യൂം വിൽക്കുന്ന കമ്പനികളുടെ ഒരു വേഷം കെട്ടാണത്. മനസ്സിലാവുന്നുണ്ട്? നമ്മളെ ആ ഒരു ഇതിലേക്ക് അവരൊരു കാറ്റഗറൈസ് ചെയ്യണം നമ്മളെ. ഇതാണ് ഇങ്ങനത്തെ പെണ്ണുങ്ങളാണ് നല്ലത്, ഇങ്ങനത്തെ പെണ്ണുങ്ങൾ കൊള്ളൂല. അപ്പോൾ ഇപ്പം എക്സ്ട്രാ ലാർജ് അവർക്ക് കച്ചവടം നടക്കുന്നുണ്ട്. നമ്മൾക്കാണ് ഹെൽത്ത് ഇഷ്യൂ പ്രശ്നമുള്ളത്. മനസ്സിലാവുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ്. നമ്മളെല്ലാവരും നല്ലോണം ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും നല്ല വണ്ണമുള്ളവരാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മളുടെ കാര്യം പിന്നെയാണ്. ആദ്യമൊക്കെ എക്സ്ട്രാ വണ്ണം കൂടുന്തോറും അതിനനുസരിച്ചുള്ള ഡ്രസ്സാണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചാൽ പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രഷർ കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, കൊളസ്ട്രോൾ ഉണ്ട്, അത് ഇത്. അപ്പോൾ കമ്പനിക്കാർക്ക് ഞാൻ വലിപ്പം കൂടുന്നൊരു തുണി കൂടുമ്പോൾ തുണിയുടെ വില കൂടുകയാണ്. അവർ എക്സ്ട്രാ ലാർജിന് എക്സ്ട്രാ പൈസ. അവർ നല്ല ഗുണമാണ് അവർക്ക്. മനസ്സിലായി? പക്ഷെ നമ്മൾക്ക് എന്താണ്, നമ്മളുടെ ഹെൽത്താണ് ഗുണം. നാളെ ഞാൻ ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ ഇഷ്ടം? അത്രയും തുണിയുടെ പൈസ കിട്ടിയവർക്ക്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളോട് പലരും നമ്മളെ വഴിതിരിക്കും, പ്രത്യേകിച്ച് ഈ അഡ്വർടൈസിങ് കമ്പനിക്കാർ. അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും. നമ്മൾ അതിനകത്തേക്ക് വീഴരുത്. ന്യൂ ജനറേഷനൊക്കെ അതിനകത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളിപ്പോൾ ജനിക്കുമ്പോൾ തന്നെ മേക്കപ്പ് ഇട്ടോടെ ജനിക്കുന്നത്. ഞങ്ങളിലേക്ക് സമയം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ പോയാൽ കുഞ്ഞു കുട്ടികൾ 10-18 വയസ്സുള്ള കുട്ടികളാണ് മസ്കാരയും എന്താ പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ പേര് റൂഷോ, എൻ്റെ കളിയൊക്കെ ഇപ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ കാരണം എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല. എക്സ്ട്രാ ഐലാഷസ്, അതും ഒരടി നീളമുള്ള ഐലാഷസ് ഒക്കെ വെച്ചിട്ട്, പിന്നെ ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് ഈ കുട്ടികളായിട്ട് വളരട്ടെ. കാരണം ഈ പിള്ളേർ ഈ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്ത് 10-20 വയസ്സ് 25-30 വയസ്സാകുമ്പോഴേക്കും വയസ്സാവും, സ്കിന്നൊക്കെ സാഗ് ചെയ്യാൻ തുടങ്ങും. കാരണം ഈ കെമിക്കൽസ് ആണ്. അതുപോലെ നമ്മൾ എന്തിനാണ് നമ്മളുടെ കാലാവസ്ഥയ്ക്ക് നമ്മൾ അധികം മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പൊടിയൊക്കെ മുഖത്തേക്ക് വരും അല്ലേ? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നില്ല. ഞാൻ ഈ സെൽഫ് കെയറിൻ്റെ കാര്യം വന്നുകൊണ്ട് പറഞ്ഞാണ്. ക്ഷമിക്കണേ കൂടുതൽ സംസാരിച്ചതിന്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ. ഇനി പറയാനുണ്ടെന്ന് നിർത്തി ഞാൻ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പൈസസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നമ്മൾ അമ്മൂമ്മമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖമൊക്കെ എന്തിപ്പോഴും ചുളിവുണ്ടാവും. 80 വയസ്സ് 90 വയസ്സുള്ള അമ്മമാരൊക്കെ ചുളിവുണ്ടാവും. പക്ഷെ എന്നാലും അവരെ കാണാൻ ഭയങ്കര ഐശ്വര്യമാണ്. നമ്മളൊക്കെ ആ പ്രായം എത്തുമ്പോൾ ഉണ്ടല്ലോ, ഈ മേക്കപ്പൊക്കെ വലിച്ചു കയറ്റുന്നതുകൊണ്ട് ആ പ്രായമൊക്കെ എത്തിയാലെത്തി അല്ലേ? എന്നാലും ജീവനോടുണ്ടെങ്കിൽ നമ്മൾ വെറും പഴന്തുണി പോലെ ആയിട്ടുണ്ടാവും. കാരണം നമ്മളുടെ ബോഡി അത്രയും നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഈ കെമിക്കലൊക്കെ വെച്ചിട്ട് കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റീഡിങ് ഞാൻ നിർത്തുകയാണ്. അടുത്ത റീഡിങ്, ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാണ്. ഫൈനൽ റീഡിങ്ങിൻ്റെ ജപമാലയാണ് ഇത്. സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ കാഴ്ച വീഴുന്നില്ല. ഗുഡ് ഫോർച്യൂൺ. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഭയങ്കര അനുഗ്രഹമുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു നോട്ടമുണ്ട് നിങ്ങളുടെ മുകളിൽ. മനസ്സിലാവുണ്ടോ? ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മിക്കവാറും പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവായി പോകും. ആപത്തുകളിൽ നിന്നെല്ലാം നിങ്ങളെ കാത്തു രക്ഷിക്കുന്നുണ്ട് ദൈവം. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് അതൊന്നും വലിയ പ്രശ്നമായിട്ട് മാറില്ല എന്നാണ് പറയുന്നത്. കാരണം ഗുഡ് ഫോർച്യൂൺ. അതുപോലെ നിങ്ങളുടെ നല്ല സമയമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അത്ര വലിയ ദുരിതപൂർണമാവില്ല എന്നാണ് പറയുന്നത്. ഒരു കിടപ്പ് രോഗിയെ കണ്ട പോലെ, ഒരു കാർഡ് കണ്ട പോലെ തോന്നി. വിശ്വാസം, ആത്മവിശ്വാസം കൈവിടരുത്. ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ നിങ്ങൾ കേട്ടോ.
എല്ലാം ഒരു പരീക്ഷണമാണെന്ന് വിചാരിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ അത് മാറിക്കോളും. മനസ്സ് മടുക്കരുത് ഒരിക്കലും. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞതിന് എന്നോട് വായിക്കാൻ പറയുകയാണ്. ലവ് ഉണ്ട്, ലവ്, സ്നേഹം, പ്രേമം, പിന്നെ കോൺവെർസേഷൻ, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടുള്ള സംസാരം, ഗിഫ്റ്റ്, പ്രീസ്റ്റ്, ഫ്രണ്ട്, വൈഫ്, ഹൗസ്, വീട്, ഹൗസ്, കള്ളൻ, തീഫ്, മിസ്ഫോർച്യൂൺ. അപ്പോൾ ഇത് എടുക്കുന്നത് ഈ ഫൈനൽ രുദ്രാക്ഷത്തിൻ്റെ ജപമാല എടുത്ത് കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ മിസ്ഫോർച്യൂൺ എന്തൊക്കെയോ നാശനഷ്ടങ്ങൾ, മെയ്ഡ് സെർവൻറ്റ് ഒരു വേലക്കാരി, ചിന്തകൾ, തോട്ട്സ്, പിന്നെ മെലൻകളി ഭയങ്കര അഗാധമായ ദുഃഖമുള്ള ആളുകളുണ്ട്, ലോഡ് വളരെ ആർഭാടപരമായ ജീവിതം നയിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ ഇപ്പോഴും നിങ്ങളോടുള്ള ഫീലിങ്സ്, ഒബ്സഷനാണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് അത് നമുക്ക് നോക്കാം. പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഫൈനൽ റീഡിംഗ് സെലക്ട് ചെയ്തവരുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓക്കെ, 3 കാർഡ്സാണ് വീണത്. ടെമ്പറൻസ്, 2 ഓഫ് കപ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, റിവേഴ്സ്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, ഒരു ബാലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു പ്രയോറിറ്റി ചെയ്യാൻ ബാലൻസ്, കാരണം കമ്മിറ്റ്മെൻറ്റ് കുറേ ഉണ്ട് ഈ പേഴ്സണ്, മനസ്സിലാവുണ്ടോ? നിങ്ങളോട് സ്നേഹമുണ്ട്, അഗാധമായ സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും സമയം കിട്ടുന്നില്ല, കാരണം 100 കാര്യത്തിന് ഓടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എടുത്താൽ പൊങ്ങാത്ത കുറേത്തരം റെസ്പോൺസിബിലിറ്റീസ് ഈ പേഴ്സൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് പ്രയോറിറ്റൈസ് ചെയ്ത് റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ തൽക്കാലം പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിന് പേഴ്സൺ നിങ്ങളോട് അഗാധമായ സ്നേഹമുണ്ടെങ്കിലും റിലേഷൻഷിപ്പിന് ഈ പേഴ്സൺ അങ്ങോട്ട് ഏറ്റവും വലിയ പേഴ്സൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്യണം എന്നുണ്ട് പേഴ്സൺ. ഇവിടെയും ബാലൻസിങ് നടക്കുന്നുണ്ട്, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ടെമ്പറൻസ് ആണെങ്കിൽ ഒരു കപ്പിൽ നിന്ന് മറ്റേ കപ്പിൽ. അപ്പോൾ ചോയ്സസ് ആണ് ഇവിടെ നടക്കുന്നത്, ചൂസ് ചെയ്തിട്ടില്ല, മനസ്സിലാവട്ടെ? സ്നേഹമുണ്ട്, പക്ഷേ ഈ സ്നേഹം വേണമോ വേണ്ടയോ, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമോ വേണ്ടയോ എന്നൊരു തീരുമാനം നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടില്ല. പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നോക്കട്ടെ. കാർഡ്, 2 of Wands, World, Hanged Man. ഈ പേഴ്സൺ ഭയങ്കര ഒരു ഡിലേമയിലാണ്, സങ്കടത്തിലാണ്. കാരണം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. പക്ഷേ നിങ്ങൾ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന അത്രയും നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഈ പേഴ്സൺ ഭയങ്കര. അപ്പോൾ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ കേട്ടോ. വേൾഡ് കാർഡ് ഉണ്ട്, ചിലപ്പോൾ ട്രാവൽ, ചിലപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ 2 കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന, 2 സ്റ്റേറ്റ്, 2 ഡിസ്ട്രിക്റ്റ് ആവാം, 2 സ്റ്റേറ്റ്, ഇന്ത്യയുടെ അകത്ത് തന്നെ 2 നാട്, സ്റ്റേറ്റ്സിൽ 2 സ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, ജീവിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സൺ ട്രാവൽ ചെയ്യേണ്ടി. അപ്പോൾ ട്രാവൽ പ്ലാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിന് പക്ഷേ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ഇനിയും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലാണ് ഈ പേഴ്സൺ. അതിനാണ് നിങ്ങളോട് ചിലപ്പോൾ വന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു പേഴ്സണൽ, ഞാൻ വന്ന് സംസാരിച്ചാലേ എന്തെങ്കിലും കാര്യം നടക്കുകയുള്ളൂ എന്നൊരു ചിന്ത ഇപ്പോൾ, കാരണം നിങ്ങൾ 2 പേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് കേട്ടോ. ഈ പേഴ്സൺ പുതിയ വഴി, ഈ റിലേഷൻഷിപ്പ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള പുതിയ വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം, ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, ഇത് വിട്ടു പോകാൻ പറ്റില്ല. പക്ഷേ ഈ പേഴ്സൺ 100 കാര്യങ്ങളിൽ ഇൻവോൾവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് തരാനും ഈ പേഴ്സണ് പറ്റുന്നില്ല. അവിടെയാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ബഹളം ഉണ്ടാകുന്നുണ്ടാവും ഈ കാര്യം കൊണ്ട്. ഞാൻ ഈ വേൾഡ് കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ.
ഓഫ് വോൺസ്, ബേർഡൻ 4. ഈ പേഴ്സൺ ഒരു തരത്തിലും നിങ്ങളെ വിട്ട് കളയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ സംശയം എന്താണ് ഈ പേഴ്സൺ മറ്റുള്ള, കാരണം ഫ്രണ്ട്സൊക്കെ പറയും ഞാൻ വിളിച്ച ഉടനെ എൻ്റെ പേഴ്സൺ ഫോൺ എടുക്കും, അങ്ങനെയാണ് നിൻ്റെ പേഴ്സൺ ഫോൺ എടുക്കുന്നത്, എന്തെങ്കിലും എന്തോ പ്രശ്നമുണ്ട്, ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നൊക്കെ. ഇത് രണ്ട് ഹൃദയം കൈമാറിയ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, വളരെ ട്രൂ ആയ ലവാണ് കേട്ടോ. പക്ഷേ മറ്റുള്ളവരോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ പേഴ്സണൊക്കെ എപ്പോഴും വിളിക്കുന്നുണ്ട്, അവർക്ക് ഇതില്ലാത്ത സമയമുണ്ട്, എൻ്റെ പേഴ്സണ് മാത്രം ഒന്നിനും സമയമില്ല, അപ്പോൾ ഈ പേഴ്സണ് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഈ പേഴ്സണ് ശരിക്കും ഈ പേഴ്സണ് സമയമില്ല, അതുകൊണ്ടുള്ള കാര്യം മാത്രമാണ്. അതിന് ഈ പേഴ്സണ് സങ്കടമുണ്ട്, പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് വെറുതെ പറഞ്ഞ് സൊല്യൂഷൻ. ഈ പേഴ്സൺ പ്രശ്നങ്ങൾ പറഞ്ഞ് പെരുപ്പിക്കുന്നതിൽ വിശ്വസിക്കുന്ന ആളല്ല. ഈ പേഴ്സൺ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ സൊല്യൂഷൻ കണ്ടെത്താനാണ് ഈ പേഴ്സൺ നോക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഒരു എടുത്ത് കിട്ടുതേ 10 of Wands ആണ് ഈ പേഴ്സണൽ ലൈഫിൽ കാണിക്കുന്നത്. പിന്നെ ഉള്ളത് 3 of Swords ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്ന ഈ പേഴ്സണും ഹൃദയവേദനയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ 5 of Cups റിവേഴ്സാണ്. പക്ഷേ ഡിസപ്പോയിൻമെൻറ്റ് ഇല്ല ഇവിടെ, അതിൽ നിന്ന് റിക്കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ ഈ പേഴ്സൺ ഒരു എംപ്രസ് ആയിട്ടാണ് കാണുന്നത്, ഒരു ചക്രവർത്തിനി. അപ്പോൾ ഈ പേഴ്സൺ ഈ ഓടുന്നതും ജോലി എടുക്കുന്നതും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളെ നല്ല നിലയിൽ നോക്കാനും കൂടിയിട്ടാണ്. കാരണം നിങ്ങൾ ജീവിക്കുന്ന ഒരു ലെവലുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു ചക്രവർത്തിനിയായിട്ടാണ്. ചക്രവർത്തിനെ നമ്മൾക്ക് എന്താ പറയുക, ഒരു ഫ്ലാറ്റിൽ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ, വാടകയ്ക്ക് വീട്ടിൽ. അതുകൊണ്ട് വീടുണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, കാറ് വേണം, അത് വേണം, ഇത് വേണം. അപ്പോൾ പല പ്ലാനിങ് ആയിട്ട് ഓടി നടക്കുന്ന ഒരാളാണ്. അല്ലാതെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല. നിങ്ങൾക്ക് അതാണ് നമ്മളുടെ ഒരു സംശയമല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ, നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഫോൺ എടുത്തില്ലെങ്കിലൊക്കെ നമുക്ക്, പെണ്ണായാലും ആണായാലും, കൂടുതലും ആണുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവർ ഫോൺ എടുക്കാതിരിക്കുന്നത് കാരണം അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് കുറേ പ്ലാൻസ് ഉണ്ട് ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്കും ഉണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങളും ആ ഒരു ചിന്തയിലേക്ക് വരികയാണ്, വീട് വേണം, നല്ല നിലയിൽ രണ്ടുപേരും കൂടെ ജോലി എടുത്താലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണം കല്യാണത്തിന് മുമ്പ് എന്നൊക്കെ പെൺകുട്ടികളും ചിന്തിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ പൊതുവേ ആണുങ്ങളുടെ ഒരു കോൺസെപ്റ്റാണ്, ഭാര്യയെ കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല വീട് കൂടെ വേണം, വണ്ടി വേണം, ഭാര്യ നടന്ന് അല്ലെങ്കിൽ ഓട്ടോയിൽ കയറിയൊന്നും സങ്കടപ്പെടരുത്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കും എന്നൊരു ചിന്തയുള്ളൊരു എനർജിയാണിത്. അപ്പോൾ അവരെ വിളിച്ചാൽ എടുക്കുന്നില്ലെങ്കിൽ അവർ ബിസിയാണ്, വേറെ കാര്യങ്ങളിലല്ല, ജോലി കാര്യങ്ങളിൽ. ചിലപ്പോൾ വേറെ പുതിയ പ്രോജക്റ്റിന് വേണ്ടി ഓടി നടക്കുകയായിരിക്കും, പുതിയ ബിസിനസ് തുടങ്ങാൻ മറ്റുള്ളവരെ പുറകെ നടക്കുകയായിരിക്കും. മനസ്സിലായി, കുറേ കാര്യങ്ങളുണ്ട്, നമ്മളിതൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ബിസിനസ് എല്ലാത്തിനും നമ്മളുടെ കോൺസെപ്റ്റ് വിൽക്കണം. ഒരു റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും, ഒരു വീട് വിൽക്കുന്ന ഒരാളാണെങ്കിലും, എന്ത് സാധനം വിൽക്കുന്ന കടയാണെങ്കിലും കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത്രയും ഇൻവെസ്റ്റഡ് ആയിരിക്കണം അതിനകത്ത്. അതുപോലെ ചിലർക്ക് നിർബന്ധമുണ്ട്, മുതലാളിയാണെങ്കിൽ ഞാൻ തന്നെ പോയി എൻ്റെ പ്രോഡക്റ്റ് വിൽക്കണം, കാരണം എൻ്റെ അത്രയും ആത്മാർത്ഥതയോടെ എൻ്റെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല എന്നൊരു വിശ്വാസമുള്ള ചിലരുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ പോയി കാര്യങ്ങൾ ചെയ്യണം, അതിനുവേണ്ടി ഓടി നടക്കുന്ന ആൾ. അപ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് വിളിച്ചാൽ എടുക്കാൻ സമയം ഉണ്ടാവില്ല, കാരണം മീറ്റിങ്ങിലായിരിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഫോൺ എടുക്കുന്നില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ വേറെ ഒരു കാര്യത്തിലുമല്ല, നിങ്ങളിൽ ഇൻവെസ്റ്റഡ് ആണ് ഈ പേഴ്സൺ. നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്, ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, ഇതൊരു ബേർഡൻ ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, നിങ്ങളിൽ നിന്നുള്ള അകന്ന് നിൽക്കുന്നത് കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ, ഇനി അത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ എന്നൊരു ചിന്ത. അപ്പോൾ ഈ ക്വീൻ എംപ്രസിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഈ ബുദ്ധിമുട്ട് മുഴുവൻ ചെയ്യുന്നത്. നിങ്ങളെ ഒരു എംപ്രസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും, റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പൊക്കോളും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത് കേട്ടോ. ആ വിശ്വാസം നന്നായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല റീഡിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ ടോറസ്, ലീബ്ര, ക്യാൻസർ, പൈസസ്, കുഴപ്പമില്ല, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, Cancer, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Leo, Aquarius, Scorpio, Pisces, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Sagittarius. ഇത്രയുമാണ് സോഡിയക്സ്. ഒരു കാർഡ് പോയിട്ടുണ്ട്, കുഴപ്പമില്ല, റീഡിങ് തീർന്നല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.
ഇതോടെ റീഡിങ് നിർത്തുകയാണ്. അപ്പോൾ ഇനി ഒരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അതുവരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും സമൃദ്ധമായിട്ടും ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.